പ്രജിത, ഈ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിലെ ഒരുപാട് സംഭവങ്ങൾ ചുരുളഴിഞ്ഞു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതെന്ന് പറയാമോ? പുതുതായിട്ട് എന്ന് പറയാനല്ലേ, നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തി കഴിയുമ്പോൾ കിട്ടുന്ന കുറച്ച് വിവരങ്ങളാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞു, അഫാന് നേരെ ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ ഭീകരമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ പല രീതിയിലേക്കും അതായത് മനസ്സ് മടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു കുഴിയിലേക്ക് വീണ് കഴിയുമ്പോൾ നമുക്ക് മേലെ ഒരുപാട് അഭിപ്രായങ്ങളും അങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉപദേശികൾ ഒരുപാട് വരും. അപ്പോൾ അത് ഒരു പ്രായത്തിനപ്പുറം ചെന്ന് നിൽക്കുമ്പോഴേ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോയ ഒരു കുടുംബമാണല്ലോ. കോവിഡ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അതെ, പക്ഷെ എല്ലാവരും കയറ്റത്തിൽ നിൽക്കുന്നവന് മാത്രമേ മതിപ്പ് നൽകുകയുള്ളൂ. അതാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇതില് കിട്ടുന്നതേ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന അഫാന. ഈ ബുള്ളറ്റ് ഇപ്പൊ കാണാനില്ല. മാത്രല്ല വീട്ടിലുണ്ടായിരുന്ന ഒരു കാറുണ്ട്, അത് 2.5 ലക്ഷം രൂപയ്ക്കാണ് അഫാൻ പണയപ്പെടുത്തിയത്. ഒരു പക്ഷേ പിതാവിന്റെ അറിവോടെ ആയിരിക്കാം, എത്ര തുകയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കണം. പിന്നീട് ഈ 2.5 ലക്ഷത്തിന് പണയം വെച്ച കാറ് 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അയൽവാസിയുടെ ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഇതിൽ നിന്ന് 1 ലക്ഷമാണ് പിതാവിന് കൊടുത്തിട്ടുള്ളൂ. അതായത് പിതാവിന്റെ അനുമതിയോടുകൂടി വിറ്റിട്ടുണ്ടാകും. പിതാവിന് അവിടെ ആവശ്യം വന്നപ്പോഴായിരിക്കും വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഇതിൽ 1 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ പണയപ്പെടുത്തിയ എടുത്തിട്ടുള്ള ഈ പണം എവിടെ പോയി? പിന്നീട് 4 ലക്ഷത്തിന് വിറ്റ് ആ കടം തീർത്ത് 1 ലക്ഷം രൂപ മാത്രമാണ് കൊടുക്കുന്നത്. 2 ലക്ഷം കൊടുക്കണ്ടേ? അതായത് നമ്മുടെ വീട്ടിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണല്ലോ ഇത് വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അഫാൻ എന്തിന് ഈ പണം മാറ്റിവെച്ചു? അതൊരു ചോദ്യമാണ്. അപ്പോൾ അത് എവിടേക്ക് പോയി? എന്നാൽ അത്രയും പൈസ എടുത്ത് ചെലവാക്കിയിട്ടൊരു ആഡംബരമൊന്നും അഫാൻ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ രാത്രി പോകുന്നു എന്ന് പറയുന്നത് ഈ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ലഹരി മാഫിയൊക്കെ ഇറങ്ങി നടക്കുന്നതും തമ്പടിക്കുന്നതും ഒക്കെ ഈ സമയത്താണ്, അതല്ലാത്ത സമയത്തും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പണമൊക്കെ എവിടെ പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം സത്യത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം. ഉമ്മ, അതായത് അഫാന്റെ ഉമ്മ മറുപടി പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. നാളെ എത്തുമെന്നാണ്, നാളെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അഫാൻ ഈ കിട്ടിയ പണം എവിടെ പോയി? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഉമ്മയുടെ വായിൽ നിന്ന്, അതായത് ഉമ്മയ്ക്കാണ് ഇനി എന്തെങ്കിലും ഇതിൽ പറയാൻ കഴിയുക. കാരണം പിതാവ് ഗൾഫിലാണ്, അദ്ദേഹത്തിന് പറയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാതാവ് തന്നെ, അതായത് അമ്മ തന്നെ സംസാരിക്കണം. അമ്മ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ DYSP നാളെ മൊഴിയെടുക്കാൻ എത്തുമെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ അഫാന്റെ രാത്രി സഞ്ചാരം, നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അഫാന്റെ രാത്രി സഞ്ചാരം എവിടേക്ക് എന്നുള്ളത് അറിയില്ല. അഫാനുമായി ബന്ധപ്പെട്ടിട്ട് അഫാന്റെ ബന്ധുക്കൾ പറയുന്നത് നിഗൂഢ സ്വഭാവമുള്ള ആളാണ് അഫാൻ എന്നുള്ളതാണ്. നിഗൂഢ സ്വഭാവമുള്ള ആളാണ് എന്നുള്ളത്. ഇതേ നിഗൂഢ സ്വഭാവം തന്നെയാണ് ഇതിനു മുമ്പ് മറ്റേ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി അച്ഛനെ വെട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിലും പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് എവിടേക്കായിരുന്നു ഈ പോക്ക്? അത് കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അഫാൻ പോയിക്കൊണ്ടിരുന്നത്, അഫാൻ ഈ കൊലപാതകത്തിനൊരു അറപ്പ് മാറണമല്ലോ, ഓടി നടന്നാണ് കൊന്നിരിക്കുന്നത്. ഒരു ഭയവുമില്ലാതെ ഓടി നടന്ന് കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈവിറക്കാതിരിക്കണമല്ലോ. ഉറ്റവരെ കൊല്ലുമ്പോൾ കൈവിറക്കാതിരിക്കണം. മറ്റൊരാളാണെങ്കിൽ വൈരാഗ്യം കൊണ്ട് കൊന്നു എന്ന് വെക്കാം, അതും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ സ്വന്തം ഉമ്മയെയും പ്രണയിനിയെയും അതിലേറെ അളവറ്റ് സ്നേഹിച്ച അനിയനെയും അല്ലേ, അളവറ്റ് സ്നേഹിച്ച അനിയനെ കൂടി കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൈവിറക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടാവണം. ഈ രാത്രി കാലങ്ങളിലൊക്കെ വെട്ടിപ്പടിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് PFI സിമി, പണ്ടത്തെ സിമി ഇപ്പോൾ രൂപം മാറിയെത്തിയ PFI ആണ്, പിന്നെ SDPI, അങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള
സംഘടനകളിലേക്കാണ് അപ്പോൾ അന്വേഷണം ചെന്നെത്തുക. ഒരു പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം ചെന്നെത്തുന്നത് കൊണ്ടാണോ ഇപ്പോൾ പോലീസ് മിണ്ടാതെ ഇരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരെയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രശ്നമാകും. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഊഹം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സ് ചെന്നെത്തിയ കാര്യങ്ങൾ ഇതാണ്. അതായത് അഫാന്റെ ഈ പണം എവിടേക്ക് പോയി, അഫാൻ രാസലഹരി അല്ലെങ്കിൽ ലഹരി ഉൾപ്പെടെയുള്ളവ വാങ്ങാൻ ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ പോയി രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് ഓടിപ്പോയ കാര്യങ്ങളാണ്. ചേട്ടൻ ഇനി എന്താണ് ഇതിൽ തോന്നുന്നത്? പ്രജിത ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഈ പ്രസ്തുത സ്ഥലം എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെ ഒരു ബെൽറ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇടത് സർക്കാരിൻ്റെ രണ്ടാമതൊരു ടേം കൂടെ വരുമ്പോൾ പകൽ CPM രാത്രി ഈ പറയുന്ന രീതിയിൽ SDPA അല്ലെങ്കിൽ PFI ഒക്കെ ആയിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ തന്നെ ആ ഏരിയയിൽ ഉണ്ട് എന്നുള്ള കാര്യം, ഉഗ്ര തീവ്രവാദം, മുസ്ലിം തീവ്രവാദം മനസ്സിൽ പിടിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കേട്ടത് ഈ തെരുവ് പട്ടികളുടെ തലയൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ച രീതിയിലുള്ള അത്തരം പരിശീലനങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അത്തരത്തിൽ രക്തം കണ്ട അറപ്പ് തീരുന്ന രീതിയിലൊക്കെ ഇവർ പരിശീലനമൊക്കെ നടത്തുന്നത് ഒരു പക്ഷേ അല്ല, തീർച്ചയായും ശരിയായിരിക്കാം. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ആടുമാടുകളെ വെട്ടുന്ന ഈ പിന്നെ നമ്മുടെ മാംസക്കച്ചവടത്തിനൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു മാടിനെ വെട്ടുന്നതൊക്കെ ഒരു നീണ്ടകാലം ഇങ്ങനെ മാട് വെട്ടുന്ന ഒരാൾക്ക്, വെട്ടി അറപ്പൊക്കെ തീരുന്ന ഒരാൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അത് ചെയ്യും, ആ പ്രവൃത്തി ചെയ്യും. ഇത്തരത്തിലുള്ള ക്രിയകൾ നിരന്തരം ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്ത് മനസ്സിൻ്റെ അറപ്പ് മാറിയ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഈ 24-കാരൻ പെരുമാറിയത് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര സംഗതിയല്ല. അതാണ് ചേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉമ്മയെ കൊല്ലുന്നു, കൊന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പുറത്തുപോയി വരുമ്പോൾ അഫാൻ കാണുന്നത് തന്നെ തുറച്ചു നോക്കുന്ന ഉമ്മയെയാണ്. ആ ഉമ്മയെ പിന്നെ ആ വാങ്ങിക്കൊണ്ട് വന്ന ചുറ്റികയ്ക്ക് അടിച്ച് കൊല്ലപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് ഉമ്മയുടെ അടുത്ത് പോവാണ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഇയാളെ ഒരു ആഘാതവും പോലും ഇല്ലാതെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അറപ്പ് തീർന്നാലല്ലേ? അറപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ആടുമാടുകളെ കൊല ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഫീലിങ്സ് ഉണ്ടാവും. കാര്യം നമ്മൾ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. കൊന്നാൽ ഭക്ഷിക്കണം എന്നാണല്ലോ, കൊല്ലുന്നത് കഴിക്കുക എന്നുള്ളത്, കൊന്നാൽ കഴിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ രക്തം കണ്ട് അറപ്പ് മാറിയ രീതിയിൽ അതൊരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടോ എന്നൊരു കാര്യം അതിനകത്ത് വെട്ടുന്നവൻ എന്തായാലും കൈവിറക്കും, പിന്നീട് ജോലി ആയതുകൊണ്ട് ചെയ്യും. പക്ഷെ ഇത് ജോലിയല്ല. രണ്ട് പ്രജിത പറഞ്ഞ പോലെ ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറഞ്ഞു ഇവൻ എന്താണ് ഇവന്റെ സ്വഭാവം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു നിഗൂഢത ഈ ചെറുപ്പക്കാരനായ ഈ കൊച്ചുകുട്ടിയിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു സാഹചര്യമാണ്. കാര്യം വീട്ടിലെ സാഹചര്യം, പിന്നെ അത് ഇപ്പോഴത്തെ കുട്ടികളിലെ ഒരു പ്രത്യേകത കൂടെയാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും അച്ഛനമ്മമാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കുട്ടികളില്ല. ഇപ്പോൾ എൻ്റെ മകള് 24 വയസ്സായ ഒരു മകളുണ്ട് എനിക്ക്. അവളുടെ അമ്മയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കണം. കാര്യം ഇത് നമ്മൾ വളർത്തുന്ന ഇപ്പം അച്ഛൻ മകനോട് എല്ലാം ചോദിച്ചു അപ്പോഴീ ബന്ധുക്കൾ പറഞ്ഞ നിഗൂഢത ഫീൽ ചെയ്യത്തില്ല. രണ്ട്, ഇതിനകത്ത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന പകല് പിന്നെ ഇടതുപക്ഷ അനുഭാവം കാണിക്കുന്നവർ രാത്രി SDPA എന്ന് പറയുന്നത്, ഇതിപ്പോൾ പ്രജിത നേരത്തെ പറഞ്ഞ പോലെ ഈ അന്വേഷണം ഇത്തരത്തിൽ SDPAയോ PFI പോലുള്ള സംഘടനകളിൽ ഈ കുട്ടി അംഗമായിരുന്നോ എന്നൊരു അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക്, അങ്ങനെ ഒരു രേഖ ഇവർക്ക് കിട്ടുന്നു, ഇവർ അതിലേക്ക് എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് മിക്കവാറും സ്റ്റോപ്പ്ഡ് ആവാനേ സാധ്യതയുള്ളൂ. കാര്യം ഇപ്പോൾ ഈ ഇരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഭരണത്തിൽ വരേണ്ടത് വോട്ട് ബാങ്ക് അവരുടെ ലക്ഷ്യമായത് കൊണ്ട് തന്നെ അതിലേക്ക് ഈ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അത്തരം ഒരു വാർത്ത പുറത്തേക്ക് വരില്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയേണ്ടി വരും. അത്തരം ഒരു ബന്ധം ഈ പയ്യനെ സംബന്ധിച്ച് ഇല്ലാതെ ഈ പയ്യൻ ഇത്തരത്തിൽ രക്തം കണ്ട അറപ്പ് മാറിയ ഒരു വ്യക്തിയെപ്പോലെ നിഷ്ഠൂരമായി ഇത്രയും പേരുടെ തലയ്ക്ക് അടിക്കുമെന്ന് ധരിക്കാൻ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുണ്ട്.